റൈറ്റ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ന്യായ് യാത്രയെക്കുറിച്ചാണ് ഇലക്ഷൻ ചാനൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനു, ഇതിൽ ഏറ്റവും വലിയ വിമർശനം ഒന്ന്, UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കൊന്നും ഭാരത് ജോഡോ യാത്ര ഫോക്കസ് ചെയ്തില്ല, BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയില്ല. ഇതൊക്കെയായിരുന്നു അന്ന് നേരിട്ട വിമർശനം. അതിനൊന്നും വലിയ മറുപടി അന്ന് രാഹുൽ ഗാന്ധി നടത്തിയില്ല. അപ്പോഴായിരുന്നു രാഹുലിന്റെ ഈ മറുപടി, ഇതൊരു യാത്രയുടെ തുടക്കമാണ്, ഇത്തരത്തിൽ യാത്രകൾ ഇനിയും ഉണ്ടാകുമെന്നുള്ളത്. അതെ, ഇത് അന്നത്തെ യാത്ര നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അന്ന് തമിഴ്നാട്ടിൽ നിന്നാണല്ലോ ആരംഭിക്കുന്നത്. അതെ, സ്റ്റാലിനുമൊക്കെ ആയി വരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായി അന്നൊരു സംശയം ആളുകളിൽ പെട്ടെന്ന് പടർത്തിവിടാൻ ഇടത് കേന്ദ്രങ്ങൾക്ക് കഴിഞ്ഞു. കാരണം അവർ പറഞ്ഞത് ഈ യഥാർത്ഥ ശത്രു നിങ്ങളുടെ BJP ആണെങ്കിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൂടെയാണ് യാത്ര പോകേണ്ടത്, അവിടെയാണ് നിങ്ങൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത്. പകരം നിങ്ങൾ ചെയ്യുന്നത് നേരെ മറിച്ചാണ്. അതിൽ ചില കഴമ്പും ഉണ്ടായിരുന്നു. കാരണം തമിഴ്നാട്ടിൽ തുടങ്ങിയ യാത്ര പിന്നെ കേരളത്തിലേക്ക് കടക്കുന്നു. കേരളത്തിൽ പിന്നെ 18 ദിവസം യാത്ര നീണ്ടു നിൽക്കും. സെപ്റ്റംബർ 10 സെപ്റ്റംബർ 7 യാത്ര തുടങ്ങുന്നത്. സെപ്റ്റംബർ 10 അത് വരുന്നു. പിന്നെ യാത്ര കേരളത്തിലേക്ക് കടക്കുന്നു. അത് പിന്നെ ഇവിടെ തന്നെ ആദ്യത്തെ ചില ആരോപണങ്ങൾ CPM-ൽ നിന്നുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ യാത്രയ്ക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുകയും ചെയ്യും. അതിനിടയിൽ പറ്റിപ്പോയൊരു ചെറിയ CPM 2 കാര്യങ്ങളാണ് നോക്കിയത്. BJP-യെ നിങ്ങൾ ആക്രമിക്കുന്നില്ല അല്ലെങ്കിൽ രാഷ്ട്രീയമായി എതിർക്കുന്നില്ല എന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കൂടിയാണ് എവിടെ ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമായി വെച്ച പല ദേശീയ നേതാക്കളുടെ ഭാഗത്തിൽ VD സവർക്കറേയും കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ അതും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒക്കെ പ്രതിഷേധങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്ന് ഉയർത്തു വന്നു. VD സവർക്കറുടെ പടമൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷേ ഇത് കഴിഞ്ഞ് കർണാടകയിൽ എത്തിയപ്പോൾ സെപ്റ്റംബർ 20 കർണാടകയിൽ എത്തുന്നു. അവിടെയും യാത്ര പക്ഷേ കാര്യമായ രീതിയിൽ അവിടെ ശിവകുമാറിൻ്റെയൊക്കെ നേതൃത്വമുണ്ടായിരുന്നു. സിദ്ധരാമയ്യ, ശിവകുമാറൊക്കെ അതിനെ 2 കഷണങ്ങളായി നിന്ന ആ ഒരു സംസ്ഥാനത്തെ ഒരു പക്ഷേ വളരെ ശക്തമായി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ കർണാടകയിൽ കഴിയുന്നു. അതിനുശേഷം ഈ കർണാടകയിൽ സോണിയാഗാന്ധി കൂടി യാത്രയുടെ ഭാഗമായി മൈസൂരിലൊക്കെ വരുന്നുണ്ട്. അവിടെ 22 ദിവസം കർണാടകയിൽ യാത്ര പോയി. അതിൻ്റെ ഫലമാണ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം എന്ന് കോൺഗ്രസ് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് അവിടെ നടന്ന ഈ യാത്ര കടന്നുപോയതിന് ശേഷം പെട്ടെന്നുണ്ടായ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുന്നേറ്റം കോൺഗ്രസ് അല്ലെങ്കിൽ ജയിക്കാൻ കഴിയാത്തത് ഒരു വിമർശനമായെങ്കിലും പിന്നീട് ഉണ്ടാക്കിയ നേട്ടം അത് ഒരു വലിയ നേട്ടമാണ് എന്ന് പറഞ്ഞ് ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ഈ യാത്രയുടെ ഭാഗമായി ഈ ഗൗരി ലങ്കേഷ് വെടിയേറ്റ് മരിച്ച മാധ്യമപ്രവർത്തകയുടെ വർഗീയവാദികൾ വെടിവെച്ച് കൊന്ന മാധ്യമപ്രവർത്തകരുടെ കുടുംബമൊക്കെ ഈ യാത്രയുടെ ഭാഗമായി വന്നു എന്നതൊക്കെ കോൺഗ്രസ്സിന് അവിടെ ഒരു നേട്ടമായി. തെലുങ്കാനയിലും 13 ദിവസം നടന്നു. പക്ഷേ അതും ഇപ്പോൾ അത് ഗുണകരമായി വന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 13 ദിവസം തെലുങ്കാനയിലൂടെ പോകുന്നു. അപ്പോൾ തെലുങ്കാനയിൽ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ പിന്നെ ഉണ്ടായ ഇടക്കാല തെരഞ്ഞെടുപ്പ് പിന്നെ മുനുഗോഡ് എന്ന് പറയുന്ന ഒരു അസംബ്ലി സെഗ്മെൻറ്റിലാണ് ഉണ്ടായത്. അവിടെ ഈ ബൈ ഇലക്ഷനിൽ വിചാരിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നെ അതിനുശേഷം അവിടെ ബൈ ഇലക്ഷനിൽ പിന്നെ BRS ജയിച്ചെങ്കിലും പിന്നീട് കോൺഗ്രസ്സിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞാണ് പിന്നെ യാത്ര മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ആന്ധ്രാപ്രദേശിലേക്കും മധ്യപ്രദേശിലേക്കും മഹാരാഷ്ട്രയിലേക്കും രാജസ്ഥാനിൽ ഹരിയാന, ഡൽഹി, UP, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, അങ്ങനെയാണ് ജമ്മു കാശ്മീരിൽ എത്തുന്നത്. പക്ഷേ ഇത് മഹാരാഷ്ട്രയിൽ എത്തുന്ന ഘട്ടത്തിൽ ഈ കോൺഗ്രസ്സിന് വീണ്ടും പ്രതിസന്ധിയിലായി ഇത് ആക്കിയത് ഈ VD സവർക്കറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. കാരണം കേരളത്തിൽ വളരെ ശക്തമായി VD സവർക്കറിനെ തള്ളിപ്പറയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുമെങ്കിലും മഹാരാഷ്ട്രയിൽ എത്തുമ്പോൾ ആ സാഹചര്യം വ്യത്യസ്തമാണ്. അവിടെ VD സവർക്കർ കുറെ കൂടി ആദരിക്കപ്പെടുന്ന ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹത്തിന് ഇന്നും വലിയ പിന്തുണയുള്ള ആളുകളുണ്ട്. ഈ ആദരവെല്ലാം നൽകിയത് കോൺഗ്രസ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ സ്റ്റാമ്പ് ഇറക്കിയത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് സ്റ്റാമ്പ് ഇറക്കിയത്. കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിലാണ് സവർക്കറുടെ വസതി, കുടുംബാംഗങ്ങൾക്കടക്കമുള്ള പെൻഷനുകൾ പോലെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചത്. അതെ, അത് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം പറയുന്നിടത്തെല്ലാം VD സവർക്കറെ അദ്ദേഹം ഈ ദീർഘകാലം ജയിലിൽ അനുഭവിച്ച ത്യാഗങ്ങളുടെ കഥയൊക്കെ പറഞ്ഞാണ് നമ്മളെല്ലാവരും അന്ന് പിന്നെ ഉത്തരേന്ത്യയിൽ എല്ലാ പാർട്ടികളും പ്രചരണം നടത്തിയത്. പക്ഷേ കേരളത്തിൽ വ്യത്യസ്തമായ ഒരു നറേഷനാണുള്ളത്. മാത്രമല്ല, ഇത് 6 തവണ മാപ്പെഴുതി കൊടുത്തു എന്നതൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതിന് തുല്യമായി ആണ് കണക്കാക്കുന്നത്. മാത്രമല്ല, ഒരു ഹിന്ദുത്വ ആശയത്തിൻ്റെ ഭാഗമായി നിലയുറപ്പിച്ചു എന്നത് അന്ന് ഒരു പിന്നെ ഏകാത്മ
മനോഭാവത്തോടുകൂടി സർവമതമായിട്ടുള്ള ഒരു യോജിപ്പൊക്കെ ഉണ്ടാക്കുന്നതിന് തടസ്സം നിന്നു എന്നൊക്കെയുള്ള ഒരു നെറേറ്റീവാണ് കേരളത്തിൽ വന്നത്. പക്ഷേ ഇത് കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ ചെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ഉത്തരേന്ത്യയിൽ എവിടെയും അത്തരത്തിൽ കോൺഗ്രസിന് പറയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പറയാൻ സാധിക്കില്ല. കാരണം ഒരുപക്ഷെ ഇത് ഉത്തരേന്ത്യയിൽ പക്ഷേ ഇതിൻ്റെ വേറൊരു വെർഷനാണ്. കാരണം മാപ്പ് എഴുതി കൊടുക്കുക എന്നത് അന്ന് എഴുതുന്ന ഒരു സാധാരണ രീതിയാണ് എന്നൊരു വെർഷനാണ് ഉത്തരേന്ത്യയിൽ പലയിടത്തും ഉള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഗാന്ധിജി ആയാലും അന്ന് കത്തുകൾ എഴുതുമ്പോൾ പിന്നെ ആ രാജാവിന് ആ തരത്തിലാണ് അഭിസംബോധനയൊക്കെ ചെയ്യുന്നതും. അതുപോലെ നമ്മളിപ്പോഴും ഒരു കത്തെഴുതുമ്പോൾ നമ്മൾ US ഫെയ്ത്ത്ഫുള്ളി എന്നൊക്കെ ആണല്ലോ എഴുതുന്നത്, അല്ലെങ്കിൽ US സിൻസിയർലി എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു ഫോർമാറ്റിൻ്റെ പ്രശ്നം മാത്രമാണ് എന്നൊരു ചർച്ചയൊന്നുണ്ടായിരുന്നു. അതേസമയം ഈ 6 തവണ മാപ്പെഴുതി കൊടുക്കുകയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന ഒരു വിമർശനം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇത് രണ്ടിനും ഒരു ബാലൻസ് ഇല്ലാതായി. അപ്പോൾ പിന്നെ മധ്യപ്രദേശിൽ എത്തിയപ്പോഴേക്കും രാഹുൽ ഗാന്ധിയുടെ നിലയും കുറച്ച് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഉജ്ജയിനിൽ എത്തിയപ്പോൾ അദ്ദേഹം ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ചു. പിന്നെ സാധാരണ ഒരു വലിയ മതേതര നിലപാട് എന്നൊക്കെ പറഞ്ഞു പോകുന്ന ഒരു യാത്രയുടെ ഭാഗമായി ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ അത് BJP വലിയ വിഷയമായി ഉന്നയിച്ചു. ഏതായാലും DMKയും JMMും ബഹുജൻ സമാജ്വാദി പാർട്ടിയും നാഷണൽ കോൺഫറൻസും PDPയും CPIയും ഒക്കെ ഈ ജാഥയ്ക്ക് പല ഘട്ടങ്ങളിൽ പിന്നെ പിന്തുണ നൽകി. ഒട്ടനവധി പ്രമുഖർ, ഇപ്പം ചലച്ചിത്ര താരങ്ങൾ, പിന്നെ പൂജാ ഭട്ട് അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ ചലച്ചിത്ര താരങ്ങൾ ഒക്കെ ഇതിൻ്റെ ഭാഗമായി വന്നു. പിന്നെ റിട്ടയർഡ് ആർമി ചീഫായിട്ടുള്ള ദീപക് കപൂർ, പിന്നെ കമൽഹാസൻ, അതുപോലുള്ള പ്രമുഖർ വന്നു. രാഷ്ട്രീയ നേതാക്കൾ സുപ്രിയ സൂലെ, ആദിത്യ താക്കറെ. എന്തായാലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളമല്ല, ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും ഒക്കെ ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ചില വാർത്താ സമ്മേളനങ്ങളിൽ എങ്കിലും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്, എൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്, വീർ സവർക്കർ എന്നല്ല എന്നതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പല സംസ്ഥാനങ്ങളിലേക്കും കടക്കുമ്പോൾ അത്തരം പ്രസംഗങ്ങളിലേക്കൊക്കെ പോകാൻ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ മറ്റു കോൺഗ്രസ് നേതാക്കൾക്കോ സാധിക്കാറില്ല എന്നതും വസ്തുതയാണ്. അവിടെ ഈ യാത്ര തുടങ്ങുന്നത് മകര സംക്രമ ദിനത്തിൽ ആണ് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. നമ്മുടെ റിസർച്ച് ഡെസ്കാണ് ഈ ഇൻപുട്ട് കൂടി നൽകുന്നത്. ഈ അയോധ്യ വിഷയമുണ്ട്. ഇപ്പോൾ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വ വിഷയം വരുമ്പോൾ അത് കഴിച്ചിട്ടിറക്കാനും മദ്രിച്ചിട്ട് തുപ്പാനും ഒന്നും വയ്യാത്ത ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഈ ദിനത്തിന് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അല്ല, മകരസംക്രമം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ ഒരു വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. അതൊരു വിളവെടുപ്പ് കാലം കൂടിയാണ്. അതെ, ഒരു കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ്. അപ്പൊ നമ്മുടെ ഈ പല കാർഷിക സംസ്കാരം നമ്മുടെ ഈ ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെടും. മകരജ്യോതി വരും ആകാശത്ത്, അല്ലെങ്കിൽ അപ്പൊ അതൊക്കെ ഒരു പലയിടങ്ങളിൽ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മളുടെ ഇവിടെ ഇപ്പോൾ മകരസംക്രാന്തി എന്ന് പറയുന്നു, മറ്റ് പല സംസ്ഥാനങ്ങൾ പല പല പേരുകളിൽ ഈ ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട ദിവസമായാണ് കാണുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം അതിൻ്റെ പുറകിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ആ വിഷയം കോൺഗ്രസ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടി വരും. മാത്രമല്ല, ഇനിയിപ്പോൾ ഈ യാത്ര തുടങ്ങുന്ന ഒരു ഘട്ടം നോക്കൂ, നിരന്തരമായ ഒരു പ്രക്രിയ, ക്യാമ്പയിൻ പ്രക്രിയ BJP പ്ലാൻ ചെയ്തു വെച്ചതിൻ്റെ ഇടയിൽ കൂടിയാണ് കോൺഗ്രസ് ഈ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ പരസ്പരം ഒരു രാഷ്ട്രീയ പോർമുഖം കൂടി ഇത് തുറക്കും കേട്ടോ. കാരണം ഇപ്പോൾ പ്രധാനമന്ത്രി നാളെ അയോധ്യയിലെത്തുന്നു. അവിടെ പിന്നെ വലിയ വിമാനത്താവളം, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ, വന്ദേ ഭാരത് ട്രെയിനുകൾ 6 ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോകുന്നു. അതുപോലെ അമൃത് ഭാരത് ട്രെയിനുകൾ 2 ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വരുന്നു. അപ്പോൾ വലിയ ഒരു നാളത്തെ ഒരു പ്രധാന ഹീറോ എന്ന തരത്തിൽ മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രിയായിരിക്കും. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തുടർച്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഈ യാത്രയും അതുപോലെ തന്നെ BJPയുടെ പ്രചരണവും ഒരു പോർമുഖം തുറക്കും എന്നതാണ് രാഷ്ട്രീയമായി ഇതിൻ്റെ ഒരു പ്രസക്തിയായി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഭാരത്